എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഭീകരാക്രമണം, മരണം 207. സ്ഫോടനമുണ്ടായത് ഈസ്റ്റർ കുർബാനയ്ക്കിടെ 6 ഇടങ്ങളിൽ. മരിച്ചവരിൽ മലയാളിയും. NTJ എന്ന ശ്രീലങ്കൻ ഭീകര സംഘടനയുടെ ഭീഷണി ഇന്ത്യൻ ഹൈക്കമ്മീഷനെതിരെയും ഉണ്ടായതായി ശ്രീലങ്കൻ പോലീസ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചരണം. മറ്റന്നാൾ വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് മുന്നണികളുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ കലാശക്കൊട്ട്. കൊട്ടിക്കലാശത്തിനിടെ ചിലയിടത്ത് സംഘർഷം. തിരുവനന്തപുരത്ത് AK ആന്റണിയുടെ റോഡ് ഷോ തടഞ്ഞു. വോട്ടെടുപ്പ് ദിവസം വടകരയിൽ നിരോധനാജ്ഞ. തൊടുപുഴയിൽ UDF LDF സംഘർഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ വിലയിരുത്തപ്പെടുമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ചത് കേന്ദ്ര സർക്കാർ. 10-ൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ LDFന് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി. വാരണാസിയിൽ ഉറച്ച് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് പ്രിയങ്ക. ആവേശം ആകാശമുട്ട ഉയർത്തിയായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. 1.5 മാസം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികൾക്ക് അവസാനം കുറിച്ചുള്ള കലാശക്കൊട്ടിൽ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. വടകരയിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 6 മണി മുതൽ വടകര മേഖലയിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലെ കൊട്ടിക്കലാശം ചിലയിടങ്ങളിൽ സംഘർഷത്തിലേക്ക് നീങ്ങി. വാശിയേറിയ മത്സരം നടക്കുന്ന വടകരയിൽ LDF UDF പ്രവർത്തകർ മുൻ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലപരിധി മറികടന്നത് സംഘർഷത്തിനിടയാക്കി. പോലീസും നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. വില്യാപ്പള്ളിയിലും UDF LDF പ്രവർത്തകർ ഏറ്റുമുട്ടി. തുടർന്ന് പ്രവർത്തകർ കല്ലെറിഞ്ഞതോടെ പോലീസ് ലാത്തി വീശി. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് വടകരയിൽ വൻ പോലീസ് സുരക്ഷയിലായിരുന്നു കലാശക്കൊട്ട്. ഇതിനു പുറമെ 23-ന് വൈകിട്ട് 6 മണി മുതൽ 24-ന് രാത്രി 10 മണി വരെ വടകര മേഖലയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാളയത്തായിരുന്നു പ്രധാനമായും പ്രവർത്തകർ കേന്ദ്രീകരിച്ചത്. ഒളിക്യാമറ വിവാദവും അക്രമ രാഷ്ട്രീയവും അവസാനം വരെ പ്രചരണ രംഗത്തെ ഉലച്ചെങ്കിലും മുന്നണികളും പ്രവർത്തകരും ആത്മവിശ്വാസത്തിലാണ്. ഉച്ചവെയിലിനെ പോലും ഗൗനിക്കാതെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രവർത്തകർ നഗരഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി. സ്ഥാനാർത്ഥികൾ വോട്ടർമാരോട് ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥിച്ചപ്പോഴും പ്രവർത്തകർ ആവേശത്തിന്റെ കൊടുമുടി കയറി. മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികളും പാളയത്ത് കലാശക്കൊട്ടിനായി എത്തിയിരുന്നു. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് വടക്കൻ കേരളത്തിൽ പറയത്തക്ക പോരാട്ടശേഷിയില്ലെങ്കിലും കോഴിക്കോട്ട് സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ നഗരപ്രദക്ഷിണം ശ്രദ്ധേയമായി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധേയമായ വയനാട്ടിൽ കൽപ്പറ്റ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നണികളുടെ കൊട്ടിക്കലാശം. ദേശീയ നേതാക്കൾ എത്തിയതിന്റെ ആവേശം അവസാന നിമിഷങ്ങളിലും പ്രകടമായി. കേന്ദ്രീകൃത കൊട്ടിക്കലാശം വേണ്ടെന്ന് KPCC തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രവർത്തകർ കൂട്ടമായി എത്തി. കാസർകോട്ട് വലിയ ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടൂറും നഗരത്തിൽ നടന്ന പരിപാടികളിൽ പങ്കെടുത്തു. പയ്യന്നൂരിലായിരുന്നു LDF സ്ഥാനാർത്ഥി KP സതീഷ് പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കേരളം. 1.5 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. കേരളം ഉഴുതുമറിക്കപ്പെട്ട 45 ദിവസങ്ങൾ. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാകും തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക? അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ? ഏത് വിഷയമാണ് കേരളം തെരഞ്ഞെടുപ്പിന് വിധേയത്തിന് ആധാരമായി ഉപയോഗിക്കുന്നത്? ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഷിഷറിൻ വർഗീസ്, കോൺഗ്രസ്, ഷിഖേൻ ഗോപിനാഥ് CPIM, ശ്രീമതി OM ശാലീന BJP എന്നിവർ. 3 മുന്നണികളുടെയും പ്രതിനിധികൾ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറാണ്. ആദ്യം ഷിഷറിൻ, ഇത് പൊതുവെ വിലയിരുത്തുന്നത് തരംഗങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വിഷയമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായാണ്. അതുകൊണ്ട് പ്രവചനം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം, ആർക്കും ജയിക്കാം, ആർക്കും തോൽക്കാം. ഇതാണ് സ്ഥിതിവിശേഷം. ഈ പ്രചരണം അവസാനിക്കുമ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങളാണ് മുന്നിൽ എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും കാരണമുണ്ടോ? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? 2019 തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയങ്ങളും മുന്നോട്ട് വെക്കാൻ ആർക്കും ഇല്ലെന്ന്. അല്ല, ഒരു സിംഗിൾ ഇഷ്യൂവിൽ കേന്ദ്രീകരിക്കാത്ത നിരവധി വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 5 വർഷം മുമ്പ് 2014 തെരഞ്ഞെടുപ്പിൽ നിന്ന് 2019 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് നടപ്പായില്ല എന്ന് പോലും പറയാൻ കഴിയാത്തൊരു ഭരണകൂടത്തെ എതിരിടുന്നു. തങ്ങൾ എത്ര തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചു, തങ്ങൾ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു, എത്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ഇതൊന്നുമല്ല. 5 വർഷം കഴിഞ്ഞപ്പോൾ 15 ലക്ഷവും പോയി, 40 രൂപയുടെ പെട്രോളും പോയി, ആധാർ കാർഡും പോയി. നമുക്ക് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മോദിയെ വിജയിപ്പിക്കൂ എന്ന് പറയുന്നു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നു. അത് മേനകാ ഗാന്ധി ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇവിടെ ശ്രീധരൻപിള്ള വരെ ഏറ്റവും മോശമായ ഭാഷയിൽ വർഗീയതയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പറയുന്നു ഒരു വശത്ത്. രണ്ടാമത്
ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാണ്. അല്പം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ഇത് കേന്ദ്ര സർക്കാർ അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിലയിരുത്തലാണ്. അതങ്ങനെ തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 1000 ദിവസങ്ങൾ ഈ ഗവൺമെൻറ് ആഘോഷിക്കുന്നു. ഈ 1000 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചോദിക്കുന്നു, ജനസമ്പർക്ക പരിപാടി പോലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചൊരു പരിപാടിയുണ്ടോ? കാരുണ്യ പദ്ധതി പോലെ ഒരു പദ്ധതി ഉണ്ടോ? ഇതൊന്നുമില്ല. പകരമുള്ളത് അല്ല, ഞാൻ പറയാം. ഇവിടെ സംഭവിച്ചത് 26 രാഷ്ട്രീയ കൊലപാതകം, 12 ലോക്കപ്പ് കൊലപാതകം. ഇവിടെ എന്താണ് ജയിൽ ശിക്ഷ കോടതി വിധിച്ച ആള് TK കുഞ്ഞനന്ദൻ അടക്കമുള്ളവർക്ക് കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് 219 ദിവസവും പരോള്. ഈ നാട്ടിൽ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. 16 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ പ്രതിസ്ഥാനത്താണ്. പ്രതികളെ സംരക്ഷിക്കുന്നു സർക്കാർ. ഇത് കൂടാതെ ഏറ്റവും ഒടുവിൽ SNC ലാവ്ലിൻ ബന്ധമുള്ള കമ്പനിക്ക് കാനഡയിൽ കൊണ്ടുപോയി ഈ ഗവൺമെന്റ് 2150 കോടി രൂപക്ക് കൊള്ളപ്പലിശക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് പണയപ്പെടുത്തിയിരിക്കുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം ഇതൊക്കെ വിലയിരുത്തപ്പെടും. അവിടെ ശ്രീ കെ എൻ ഗോപിനാഥ്, ഷെറിൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ബദൽ എന്നുള്ള നിലയ്ക്ക് അവരെ മുന്നോട്ട് വെക്കുന്നു. രണ്ടാമത്തേത് ഇവിടെ സൂചിപ്പിച്ച സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളാണ്. ആ നിലക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ തവണ UDF-നെ സംബന്ധിച്ചുണ്ടോ? നിങ്ങൾക്ക് ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചടിയാണോ? വേഗം. ഇല്ല, ഇതിനകത്ത് ഇത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ചർച്ചാ വിഷയം അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് കോൺഗ്രസ് നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ കൃഷിക്കാരും ഇന്ത്യയിലെ തൊഴിലാളികളും സാധാരണ ജനങ്ങളും കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നേരിട്ട നാനാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാതെ അവരുടെ കാലിടറുന്ന ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൃഷിക്കാരനും തൊഴിലാളിയും അറിഞ്ഞ് ബാലറ്റ് കെട്ടിക്കഴിഞ്ഞപ്പോൾ പെരുമാറിക്കൊടുത്തതുകൊണ്ടല്ലേ 10 കൊല്ലക്കാലമായി തുടർച്ചയായി BJP അധികാരത്തിലിരുന്ന അവരുടെ അധികാര കുത്തക 3 സ്റ്റേറ്റുകളിൽ നിന്ന് 6 മാസം മുമ്പ് തെറിച്ചു വാഴപ്പോയത്. അത് യഥാർത്ഥത്തിൽ 17ാം ലോകസഭയിലും ഇന്ത്യ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കോൺഗ്രസ് ജയിക്കില്ലേ? നോ കോൺഗ്രസ് ഒറ്റയ്ക്ക് എവിടെ ജയിക്കാനാ പോകുന്നത്? കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ 3 സംസ്ഥാനത്ത് ജയിച്ചു കോൺഗ്രസ്. അല്ലല്ല, അത് വേറെ ആ പ്ലേസിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് കയറിയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശക്തി കൊണ്ടല്ല, കൃഷിക്കാരന്റെയും തൊഴിലാളികളുടെയും ശക്തിയും അവരുടെ രോഷാഗ്നിയുമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ള കാര്യത്തിൽ ആ 3 സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിശയിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് എന്ന് ഒരു തുറന്ന പുസ്തകം പോലെ പറഞ്ഞ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ഞങ്ങളുടെ പരസ്യ പ്രചരണത്തിൽ ഈ 6 ആഴ്ച പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ഈ 3 കൊല്ലം പിന്നിടുമ്പോൾ വിലയിരുത്തിയാൽ മാത്രം കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റും ഇടതുപക്ഷത്തിന് അനുകൂലമാവും. യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ശരി, ശ്രീമതി OM ശാലീന, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ശബരിമലാനന്തര കേരളത്തിൽ BJPക്ക് ഒരുപക്ഷെ അധികമായി കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളാണ്. പക്ഷേ കേരളം ഇപ്പോഴും ഈ 2 മുന്നണികളുടെ, ഇടത് മുന്നണിയുടെയും UDF-ൻ്റെയും ആ ദ്വന്ദ്വത്തിൽ തന്നെയാണ്. ഈ തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് BJPയെ സംബന്ധിച്ചുണ്ടാക്കുന്ന ക്ഷീണം വലുതായിരിക്കില്ല. എന്ത് സാധ്യതയാണ് BJP കാണുന്നത്? കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഒരു ചിത്രം നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്താൻ സാധിച്ചു. തിരുവനന്തപുരത്ത് ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെയാണ്. അടിയൊഴുക്കുകൾ ധാരാളമുണ്ട്. ഒരു പക്ഷേ ചാനലുകൾക്കോ മാധ്യമങ്ങൾക്കോ എത്തിച്ചേരാൻ കഴിയാത്ത അത്ര താഴെ വളരെ വികാരപരമായി പ്രതികരിക്കുന്ന ഒരു ജനത ഉണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ ഭാഗത്തു നിന്നും സഞ്ചരിച്ച സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ ആളുകളെ കാണുന്ന സമയത്ത് ആളുകൾ വളരെ ശക്തമായി തന്നെ കേരളത്തിലെ സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും കാര്യമായി വിലയിരുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലൊക്കെ ശബരിമല വിഷയം ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ജനങ്ങളുടെ വികാരമാണ്. അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവരുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്ത് ഈ പ്രാവശ്യം ഉണ്ടാകും. ആ വിധിയെഴുത്തിന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഷെറിൻ, നമ്മൾ നേരത്തെ കുറേ വിഷയങ്ങൾ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ BJP വിശ്വസിക്കുന്ന കാര്യങ്ങൾ
അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയാനും കഴിയില്ല. അടിയൊഴുക്കുകൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ തവണ ഒരു BDJS ഫാക്ടർ വന്നപ്പോഴാണ് UDF-നെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ട് പിന്നിലേക്ക് നീങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല. ഈ അടിയൊഴുക്കിൽ കടപുഴകുന്നത് നിങ്ങളാകില്ല എന്ന് ഉറപ്പിക്കാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ. BJPക്ക് ശബരിമല വിഷയം അല്ലാതെ BJPക്ക് 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞതായാലും കേരളത്തിലോ ഇന്ത്യയിലോ വോട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ പറയാൻ കഴിയുന്ന വിഷയം ശബരിമലയാണ്. പക്ഷേ അതിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഈ കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തതു മുതൽ ഉള്ള BJP ബന്ധം, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് BJPക്ക് കടക്കാമായിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടില്ല. അതൊക്കെ ശരിയാണ്. നമ്മൾ ഈ വിഷയത്തിൽ കുറേ ചർച്ച, ഞാൻ തന്നെ ആ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഷെറിൻ, ജനങ്ങളെ ഇതൊരു വാർ ഓഫ് പെർസെപ്ഷൻ ആണല്ലോ. ജനങ്ങൾ ഇപ്പോൾ ശ്രീമതി ശാലിനെ സൂചിപ്പിച്ചതുപോലെ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകുമോ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഒരു ഹൈപ്പ്, ഒരു ഗുജറാത്ത് മോഡൽ വികസനം, എനിക്ക് 56 ഇഞ്ച് നെഞ്ചളവ്, അദ്ദേഹം നൽകിയ അമിതമായ വാഗ്ദാനങ്ങൾ, ഇതിനോടൊന്നും നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തരോൽപാദനം 3% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 31 ലക്ഷം കോടിയുടെ കടക്കണിയിലേക്ക്. ഊർജിത് പട്ടേലിനെ പോലെ ഒരു റിസർവ് ബാങ്ക് ഗവർണർ, ആ ഗവർണർ പറയുന്നു 20 കൊല്ലത്തേക്ക് ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനാവില്ലെന്ന്. രഘുറാം രാജനെ പോലുള്ള മുൻ ഗവർണർ അശാസ്ത്രീയമായി GST നടപ്പാക്കിയതിലൂടെ ഈ രാജ്യം തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രിയും ഇവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റും വെച്ചു വാണിരുന്ന ഗുജറാത്തിൽ പോലും 44 കോൺഗ്രസ് MLA-മാർ ഇലക്ഷന് മുമ്പ് ഈ പാർട്ടി വിട്ടുപോയിട്ടും ഒപ്പത്തിനൊപ്പം സീറ്റ് പിടിച്ച് കോൺഗ്രസ് മുന്നോട്ട് വന്നു. അല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, നമുക്ക് ആളുകൾ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ 3 തവണയും ബംഗാളിൽ MLA ആയിരുന്ന മുർമു, ഗഗൻ മുർമു, ഇന്ന് നോർത്ത് മാണ്ഡ്യയിൽ BJPയുടെ MP സ്ഥാനാർത്ഥിയായി. അല്ല, 3 തവണ തൃണമൂൽ കോൺഗ്രസ് വലിയ BJP നേടുമ്പോഴും ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അഭിലാഷ് കോൺഗ്രസിന്റെ MLA-മാർ പോയി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, CPM-ന് ഇപ്പൊ അല്പം മുമ്പ് ശ്രീ KN ഗോപിനാഥ് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, 2009 ബംഗാളിലെ 42-ൽ 38, ത്രിപുരയിലെ 2, കേരളത്തിലെ 18, ഈ 60 സീറ്റുള്ള CPM കേന്ദ്രത്തിൽ പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇതില്ല, ത്രിപുരയിലില്ല, കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും 10 സീറ്റിലെ ആത്മവിശ്വാസമുള്ളൂ. അദ്ദേഹം ഇപ്പൊ പത്രസമ്മേളനം നടത്തിയതാ. അപ്പൊ ഈ CPM കൊണ്ട് എന്ത് ബദലാ രാജ്യത്തുള്ളത്? CPM-ന്റെ ഗഗൻ മുർമു BJPയുടെ നോർത്ത് മാണ്ഡ്യ മണ്ഡലത്തിൽ MP ആയി മത്സരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശത്രുഘ്നൻ സിൻഹയെ പോലെ ഒരാൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, കാൺപൂർ സീറ്റിൽ എന്നെ മത്സരിപ്പിക്കുമെങ്കിൽ ഞാൻ കോൺഗ്രസിലേക്ക് വരാമെന്ന് മുരളി മനോഹർ ജോഷി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെപ്പോഴും, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഒരു ആയാറാം ഗയാറാം പരിപാടിയൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയണില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് 1.5 ആഴ്ച മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന്. ഇവിടെ അല്ല, അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് 1.5 ആഴ്ച മുമ്പാണോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്? ഇന്നലെ കേരളം മുഴുവൻ CPM ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ എന്താ? കോൺഗ്രസ് എന്നെഴുതിയിട്ട് CONG RSS കാവി നിറത്തിൽ എഴുതി. ഇത് മാത്രമേ പറയാനുള്ളൂ ദേശീയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ. എന്താണ് നിങ്ങളുടെ ദേശീയ പ്രസക്തി? പറഞ്ഞതുമാതിരി നേട്ടങ്ങളൊന്നും പറയാനില്ല, വെറുതെ ആക്ഷേപം മാത്രമേ ഉള്ളൂ. പറഞ്ഞൊരു സമയം തരണം. ഒന്ന്, ഒരു കാര്യം ശരിയാണ്, BJPക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല. അവരാകെ മതിമറന്ന് തൊഴിൽ ചോദിച്ചാൽ സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടും, കൂലി ചോദിച്ചാൽ ജയ് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടും. യഥാർത്ഥത്തിൽ അയ്യപ്പനും ഗുരുവായൂരപ്പനും ജനങ്ങളുടെ വിശ്വാസവും ആചാരവും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധം എന്താ?
പാർലമെന്റിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ നിരവധി ഭരണഘടനാ സ്ഥാനങ്ങളിലേക്ക് RSSനെയും സംഘപരിവാരെയും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചേക്കേറിയത്. അരുതെന്ന് പറഞ്ഞ സാംസ്കാരിക നായകന്മാരെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത BJPക്ക് എങ്ങനെയാണ് ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാൻ കഴിയുക? അതൊക്കെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർ, നോർത്ത് ഇന്ത്യയിലെ പോട്ടെ, കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ നല്ല ആ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യും, തുറന്ന അഭിപ്രായങ്ങൾ ജനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ശബരിമല പറഞ്ഞൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോപ്പിച്ച് കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ചില ചാനലുകളിൽ പ്രത്യേകമായിട്ട് 2 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറയുന്നു. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, രാജഗോപാൽ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള BJP നേതാവ് നിയമസഭ കണ്ടത് കോൺഗ്രസിന്റെ പിൻബലത്തിലാണ്. 32,000-ഓളം വോട്ട് UDFനുണ്ടായിരുന്ന മണ്ഡലത്തിൽ 12,000 വോട്ടായിട്ട് ചുരുക്കി കളഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള അനുഭവം ഉണ്ടല്ലോ. സ്പീക്കറായിട്ട് അല്ലല്ല, ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇല്ലാത്ത കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയല്ല, ഈ നാട്ടിൽ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഒരു സംശയം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ. കോൺഗ്രസ് അങ്ങനെ കാണിക്കുന്നു. RSSകാർ പലരും പറയുന്നുണ്ട് മാർക്സിസ്റ്റുകാരെയാണ് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസിന്റെയും ലക്ഷ്യം മാർക്സിസ്റ്റുകാരെയാണ് തോൽപ്പിക്കേണ്ടത്. ആ ഇടതുപക്ഷത്തെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടാകും. ആ നിലയിലൊരു അടികിഴുക്ക് അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അഭിലാഷേ, ഞങ്ങളൊരു കാര്യം പറയാം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലടക്കം, നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നത് എറണാകുളം പാർലമെന്റ് മണ്ഡലം ആയതുകൊണ്ട്, ഞാൻ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വോട്ടർ ആയതുകൊണ്ടും പറയുകയാണ്, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലടക്കം BJPയുടെ സ്ഥാനാർത്ഥികളെ കുളിപ്പിച്ച് കിടത്തിയിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും തോപ്പിക്കാൻ വേണ്ടി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്ന RSSന്റെ പ്രവർത്തകന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കുകയാണ്, BJPയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ, കേരള സംസ്ഥാനത്ത് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടെങ്കിലും നിലനിർത്താൻ BJPക്ക് കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിൽ? അതോ 2 മണ്ഡലത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി മണ്ഡലങ്ങളിൽ BJP ആ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ ചെയ്യുന്നത്? മനഃപൂർവ്വം അങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ശ്രീമതി ശാലീന ഇപ്പോൾ ചോദിച്ച ചോദ്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് നിങ്ങൾ നിലനിർത്തുമോ എന്നുള്ളത്. ചില സർവേകളൊക്കെ ചില മണ്ഡലങ്ങളിൽ BJPക്ക് നല്ല വോട്ട് ഷെയറും ചില മണ്ഡലങ്ങളിൽ തീരെ കുറഞ്ഞ വോട്ട് ഷെയർ, ഇപ്പോൾ എറണാകുളം 9, കണ്ണൂർ 6, വടകര 8 ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. BJP ടാക്ടിക്കൽ വോട്ടിംഗ് മൂഡിലാണോ? BJP തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ശബരിമല ഒരു വിഷയമാണ്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ശബരിമല ഒരു വിഷയമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്, എങ്ങനെയാണ് പല കേന്ദ്ര സർക്കാർ പദ്ധതികളും കേരളത്തിൽ എത്താതിരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പദ്ധതികൾ കേരളത്തിലെ ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് എന്നും ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇനി ശ്രീ ഗോപിനാഥ് പറഞ്ഞത് ഈ എറണാകുളത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ലഭിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലഭിക്കും, അതിൽ കൂടുതൽ വോട്ട് ലഭിക്കും. കാരണം ഈ എറണാകുളം മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മറ്റ് 2 സ്ഥാനാർത്ഥികളെ കൊണ്ടും എന്തോ കാര്യത്തിലും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏറെ പ്രഗത്ഭനാണ്, അദ്ദേഹം കാര്യക്ഷമതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കണമെന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ഒരു, നമ്മളിപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളുടെ പ്രചരണം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയാണ് RSSകാരൻ അദ്ദേഹം കണ്ടെത്തിയത് CPMന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഓരോ വർക്കും ഞാൻ കൃത്യമായിട്ട് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോയിട്ടുള്ള ഒരാളാണ്. എല്ലാ ഭാഗത്തും പ്രവർത്തനം നടക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഞങ്ങളുടെ സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിവിധ ക്ഷേത്രങ്ങൾ, അല്ലാതെ ഞാൻ പറയുന്ന RSSോ അതല്ലെങ്കിൽ മറ്റ് പരിവാർ സംഘടനകളോ എല്ലാവരും ഒത്തൊരുമിച്ച് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം പ്രവർത്തനം നടന്നിട്ടുള്ളത്. അതല്ലാതെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളിലൊന്നും ഈ പ്രാവശ്യം ജനം വീഴുപോകാൻ ഒരൊറ്റ കാര്യം. ഇദ്ദേഹം ചോദിച്ചല്ലോ എറണാകുളത്ത് ഞങ്ങൾ വോട്ട് ചോദിക്കോ, വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം MA ഷാനവാസിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,000 വോട്ടാണ്. ഈ പ്രാവശ്യം എന്തായിരിക്കും? അത് നിലനിർത്താൻ, നിങ്ങളുടെ വയനാട്ടിലെ വോട്ട് നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിപ്പോ പാർട്ടി വിചാരിക്കുന്ന പോലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പോലെ അതേ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഞങ്ങൾ അവിടെ RSSകാരെ വിട്ടിട്ട് CPMന് വോട്ട് ചോദിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രചരണമാണ്, ആ വിലയിരുത്തലാണ്. അത് ഇത്തരത്തിലുള്ള സംഗതി ഒരു സ്ഥലത്ത് വന്നിട്ട് പറയാൻ പാടില്ല. വയനാട്ടിൽ ചിലപ്പോൾ രാഷ്ട്രീയ അട്ടിമറി നടക്കാം. ഇന്ത്യയില് കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് അമേഠിയിലും വയനാട്ടിലും തോറ്റുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കണക്കാക്കുന്നത് മാത്രമല്ല, നിങ്ങൾ കണക്കാക്കുന്നത് മാത്രമല്ല, സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമോ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം. എന്റെ BJP സഹോദരിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ BJP ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തന നേട്ടങ്ങൾ ശബരിമല ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് അതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നു. എന്നാൽ BJP ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളാണ് ഞങ്ങൾ വിലയിരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കേണ്ടത്, അതിന് പ്രത്യേക ഒരു ഉദാഹരണവും പറഞ്ഞു. ഒരു കേന്ദ്രമന്ത്രി എറണാകുളത്തിൽ, അദ്ദേഹം ഈ എറണാകുളത്തിന്, ഞാൻ എറണാകുളത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ആ കേന്ദ്രമന്ത്രി കേരളീയനായിട്ട് ഈ പ്രളയം വന്നതിന് ശേഷം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാമെന്ന് പറഞ്ഞ 5000 കോടി രൂപ പോലും ഇതേവരെ 2408 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഒന്നിച്ച്. ഈ മന്ത്രി എവിടെയായിരുന്നു ഈ 5 കൊല്ലക്കാലം? ഈ 5 കൊല്ലക്കാലം ഈ മന്ത്രി എവിടെയായിരുന്നു? അതുകൊണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് വന്നില്ല, ഞാൻ അത് പറയാം. കേരളത്തിലെ സാലറി ചലഞ്ച് കൊണ്ട് കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അല്ല, നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ അവകാശം? നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ അല്ലല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. വോട്ടർമാർ ചോദിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. BJPക്ക് എന്താ ചോദിക്കാൻ, കോൺഗ്രസിന് എന്താ ചോദിക്കാൻ അവകാശം എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി സാലറി ചലഞ്ച് ചോദിച്ചപ്പോ ആ സാലറി ചലഞ്ച് കൊടുക്കരുതെന്ന് പറഞ്ഞവരാണ് BJPയും കോൺഗ്രസും. എന്നിട്ടാ കണക്ക് പറയുക. വിദേശ രാജ്യത്ത് നിന്ന് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു മന്ത്രിമാരെ പറഞ്ഞു വിട്ട് ചോദിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അത് പറയുന്നത് ഇനി അടുത്ത കാര്യം രോഷം കൊള്ളണ്ട. ഇനി അടുത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞല്ലോ, വിവിധ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ അവർ തീരുമാനം. ഒരു സെക്കൻഡ് ഞാൻ വരാം. ഇവിടെ ശ്രീ ഷെറിൻ, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം ഇവിടെ പറഞ്ഞു. ഈ തവണത്തെ ഒരു അവലോകനം ഉള്ളത്, കഴിഞ്ഞ തവണ LDFിലേക്ക് പോയിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ BJPയുടെ സാഹചര്യത്തിൽ UDFിലേക്ക് വരും, BJPക്കെതിരെയുള്ള ഒരു നാഷണൽ ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലൊക്കെയാണ് ഈ മട്ടിലാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ ഇതൊക്കെ അങ്ങനെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല. ഓരോ മണ്ഡലം അനുസരിച്ച് ഇതൊക്കെ മാറാലോ. അതുകൊണ്ട് മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന ഒറ്റ കാര്യത്തിൽ വിചാരിച്ചിട്ട് ജയിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ലെങ്കിലോ? അഭിലാഷേ, എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ശ്രീ KN ഗോപിനാഥിനെ ഉൾപ്പെടെയുള്ള CPM നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ ചെറിയ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശി തരൂരിനെ പോലെ ഒരു മനുഷ്യൻ വൈ ഐ ആം ഹിന്ദു എന്ന പുസ്തകം ഈ രാജ്യത്ത് ഇറക്കുമ്പോൾ ഇവിടെ നരേന്ദ്രമോദിയും BJPയും ഭയപ്പെടുന്നത് ശശി തരൂര് ഏത് സ്പേസിൽ നിന്നിട്ടാണ് RSSനെ എതിർക്കുന്നത് എന്നുള്ളതാണ്. പാരാഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതി നരേന്ദ്രമോദിയെ വലിച്ചു കീറുമ്പോൾ അവർ ഭയപ്പെടുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഭയപ്പെടുന്നത് ശശി തരൂർ ഏത് സ്പേസിൽ നിന്നാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ ശ്രീ, പ്ലീസ്. ശ്രീ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടെ നമ്മൾ മൈനോറിറ്റി പൊളിറ്റിക്സ് പറയുമ്പോൾ, ഇവിടെ നമ്മൾ മറ്റെന്തെങ്കിലും വംശീയതയുടെ രാഷ്ട്രീയം പറയുമ്പോൾ, അതെല്ലാം ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ, RSS, മോദി, അമിത്ഷാ അവരാഗ്രഹിക്കുന്ന സ്പേസിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ബീഫിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ ആഗ്രഹിക്കാത്തത് ഈ രാജ്യത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശ്രീ ശശി തരൂർ. അതുകൊണ്ടാണ്, അല്ല ഞാൻ പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് കുമ്മനം രാജശേഖരനെ പോലൊരാളെ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതും RSSന്റെ മുഴുവൻ മെഷീനറിയും പണവും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നതും അതുകൊണ്ടാണ്. ഈ സ്പേസിൽ നിന്ന് പൊരുതുന്ന കോൺഗ്രസ്സുകാരോട് നിങ്ങളും RSSും ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല? ഈ രാജ്യത്ത് ഞാൻ ഒന്ന് പറയട്ടെ, കേരളത്തിൽ ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടാളല്ലേ, കേരളത്തിൽ മൈനോറിറ്റീസിന് ഈ CPMൽ നിന്ന് എന്ത് സംരക്ഷണമാണ് വേണ്ടത്? 968 വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസ് നടന്നു. അതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളുകളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും. അന്നു മുതൽ ഇന്ന് വരെ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നുണ്ട് RSSും CPMും തമ്മിൽ. അത് മുഴുവൻ ഫാസിസത്തെ എതിരിടാനായിരുന്നോ? അല്ല. നരേന്ദ്രമോദിയൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അതിനൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. ഈ രാജ്യത്ത് മൈനോറിറ്റീസിന് പ്രൊട്ടക്ഷൻ വേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ കോൺഗ്രസേ ഉള്ളൂ, CPM ഇല്ല. കേരളത്തിലെ ഒരു മൈനോറിറ്റിക്കും CPMന്റെ പ്രൊട്ടക്ഷൻ വേണ്ട. കാരണം അവർ വിദ്യാഭ്യാസപരമായി മിടുക്കരാണ്, അവർ സാമ്പത്തികമായി ഉന്നതി നിൽക്കുന്നവരാണ്, സംഘടനാപരമായി ശക്തർ. അതുകൊണ്ട് ഈ രാഷ്ട്രീയവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി, ആ പ്രസക്തി എങ്ങനെയാണ് ഇവർ ഈ കുറക്കാൻ ശ്രമിക്കരുത്. ഇവിടെ BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടി വെന്റിലേറ്ററിൽ കിടന്നിരുന്ന പാർട്ടിയാണ്. ഇവിടെ ആ മെഡിക്കൽ കോളേജ് വിവാദം അടക്കം വെന്റിലേറ്ററിൽ കിടന്നിരുന്ന പാർട്ടിയാണ് ഇവിടെ ശബരിമല വിഷയത്തിൽ ഇവരെ തുറന്നു വിട്ടത്.
കോൺഗ്രസിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS ചേർന്നപ്പോൾ കോൺഗ്രസിനുണ്ടായ ക്ഷീണം ആവർത്തിക്കാമെന്ന് കരുതി ഇവരെന്തൊക്കെയാണ് ചെയ്തത്? പിന്നീട് ഇവർ ഓരോ നിമിഷവും ഓരോ നാമജപ ഘോഷയാത്രയും കേരളത്തിലെ തെരുവിൽ നടന്നപ്പോൾ CPM-കാരൻ സന്തോഷിച്ചു. കാരണം ഇവിടുത്തെ മൈനോറിറ്റീസ് അസ്വസ്ഥമാകും, അരക്ഷിതരാകും, അത് തങ്ങൾക്ക് ക്യാഷ് ചെയ്യാമെന്ന്. ഇതൊക്കെ നടക്കാതെ വരുമ്പോൾ ഇതാ മുഖ്യമന്ത്രി പോലും തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നു 10 സീറ്റിലെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന്. ഇതാ കേരളത്തിലെ യാഥാർത്ഥ്യം. ശരി, പറയൂ ശ്രീ ഗോപിനാഥ്. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയാം. അത് കോൺഗ്രസിന്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൽ ഒരെണ്ണം തിരുവനന്തപുരം ഞാനെല്ലാം ഓർത്തിരിക്കണം. ഞാൻ നോട്ട് എൻ്റെ കയ്യിൽ എഴുതാൻ സംവിധാനമില്ല, ഓർത്ത് പറയാം. തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ, ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ മഹാനായിട്ടുള്ളൊരു ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പീക്ക് അവറിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് AICCക്ക് പരാതി കൊടുത്തത്? അല്ല, ഒരു ഉത്തരം പറയേണ്ടതാണ്. എന്തിനാണ് അദ്ദേഹം പരാതി കൊടുത്തത്? നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര മഹാനായിട്ടുള്ള ശശി തരൂരിനെ യഥാർത്ഥത്തിൽ തോപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രവർത്തനത്തിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളത് ആ സ്ഥാനാർത്ഥി തന്നെ AICCക്ക് പരാതി കൊടുത്തേക്കല്ലേ. എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് നടന്ന് മുടന്ത് കാണിക്കുന്നത്? കോൺഗ്രസിന്റെ സുഹൃത്ത് യഥാർത്ഥത്തിൽ നടന്ന് മുടന്ത് കാണിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ അവർ പറഞ്ഞു സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ആ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ BJP അധികാരത്തിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ BJP ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ദർശനം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണം. അത് നന്നായി പ്രചരിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. അത് മനസ്സിലാക്കുന്ന ഞങ്ങളെ വേറെ തരത്തിൽ ചെറുതാക്കാനും ഞങ്ങളുടെ പ്രവർത്തകരെ നിർവീര്യപ്പെടുത്താനും വേണ്ടി ബോധപൂർവമായി ചില കുഴലൂത്ത് മാധ്യമങ്ങൾ ബോധപൂർവമായി, അത് ആരുടെയൊക്കെ കൂലിയെഴുത്തിന് വേണ്ടിയാണെന്ന് അറിയാൻ പാടില്ല. മലയാള മനോരമയൊക്കെ ഞാൻ ഒരു മാധ്യമത്തിലിരുന്ന് പറയുമ്പോൾ മനോരമയൊക്കെ ഞാൻ വരുത്തുന്ന ആളാണ്. പക്ഷേ എന്നാലും യഥാർത്ഥത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റ് വോട്ടർമാരുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പോലെയാണ് മലയാള മനോരമയൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഞങ്ങളെ സർവേ നടത്തി തോപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അറിയത്? 2004 അനുഭവം ഉണ്ടോ? 18 സീറ്റ് UDFന് പ്രവചിച്ചിട്ട് കോൺഗ്രസിൻ്റെ പേരിൽ പാർലമെന്റിലേക്ക് ഒരാൾ പോലും പോയില്ല. പോയത് 2 പേര്, ഒന്ന് ലീഗിൻ്റെയും ഒന്ന് PC തോമസുമാണ് പോയത്. അതൊക്കെ സർവേ വെച്ചുകൊണ്ടൊക്കെ തോപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെ തോപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതല്ല സ്ഥിതി, ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. വടകര, നിങ്ങൾ ക്രിമിനൽ രാഷ്ട്രീയത്തിന് CPM-നെ കോർണർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടല്ലോ. CPIM-ന്റെ നിരവധി പ്രവർത്തകർ RSS-ൻ്റെയും കോൺഗ്രസിൻ്റെയും നരനായാട്ടിന് വിധേയമായിട്ടുണ്ട്. 982 ആദ്യത്തെ ദേശീയ പണിമുടക്കിൽ ഒരു തൊഴിലാളി പ്രവർത്തകനെ നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഏലൂർ അബ്ദുൾ റസാഖിനെ കൊന്നത് കോൺഗ്രസിൻ്റെ കാപാലികന്മാരാണ്. അപ്പോൾ കോൺഗ്രസ് കാപാലിക രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കേണ്ട. വടകര നിങ്ങൾ ജയരാജനെ കോർണർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ പറയുന്ന ക്രിമിനൽ രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ, അത് പൂർണ്ണമായി തള്ളിക്കളയും. ഞങ്ങൾ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചിലത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പെരിയ കൊലപാതകമടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർത്ത സന്ദർഭത്തിൽ മാധ്യമങ്ങളിരുന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതാ, ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല. ഈ ജാതി അക്രമ രാഷ്ട്രീയം ഈ രാജ്യത്ത് ഒരിക്കലും പരിപോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് ഞങ്ങളെ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയേണ്ട, ഞങ്ങളെ പലപ്പോഴും തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് രാജ്യത്ത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം, അത് കോൺഗ്രസ് കൂടി ലക്ഷ്യമാക്കുന്നു എന്നത് കാണുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത എന്ന് പറയുന്നതിൻ്റെ കാപട്യം നമുക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ ഷെറിനിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് BJPയുടെ നിലപാട് കൂടി. ഷമിത് ശാലിന, ഈ തവണ നമ്മൾ ഈ ദേശീയപാതയിലൊക്കെയുള്ള ഹോർഡിങ് മുഴുവൻ മണ്ഡലകാലം മറക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ അങ്ങനെ കൃത്യമായി വിസിബിളായി എവിടെയാണ്? അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എവിടെയും. അതല്ലാതെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ മോദി 5 വർഷം ഭരിച്ചു, വളരെ മഹത്തായ ഭരണമായിരുന്നു എന്ന് പറഞ്ഞാണോ വോട്ട് പിടിക്കുന്നത്? തീർച്ചയായിട്ടുമാണല്ലോ. കാരണം മോദി സർക്കാർ വന്നതിന് ശേഷം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ തൊഴിൽ ദിനങ്ങൾ കൂട്ടിയത് ഈ സർക്കാർ വന്നിട്ടാണ്. അവരുടെ വേതനം കൂട്ടിയത് ഈ സർക്കാർ 2 പ്രാവശ്യമായിട്ട് മോദിയാണ് പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ പരാജയത്തിന്റെ സ്മാരകമാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും ഒരു കാര്യം വളരെ ശക്തമായി കൊണ്ടുപോവുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കൊടുക്കുകയും അവരുടെ വേതനം കൂട്ടിക്കൊടുക്കുകയും കൂലി കൊടുക്കുന്നത് നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടാണ്. കാരണം കൃത്യമായിട്ട് എത്ര തൊഴിൽ ദിനങ്ങൾ ഉണ്ടായി, എത്ര പേര് പ്രവർത്തിച്ചു എന്നുള്ള കണക്ക് കൊടുക്കണം. എവിടെ സഹോദരൻ നിങ്ങൾക്ക് കണക്കുള്ളത്? തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞത് ബിജെപിയുടെ കേന്ദ്ര സർക്കാരാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനെ പാർലമെന്റിൽ കൊണ്ടുപോയി അഭിനന്ദിച്ചത്. ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷം ഭരിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന്റെ പീക്ക് അവറിൽ പറഞ്ഞല്ലോ, 21 സ്റ്റേറ്റിൽ റോൾ മോഡലാണ് കേരളം എന്ന് പറഞ്ഞ എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. പറയും എന്താ സ്ഥിതിയല്ലേ പറഞ്ഞല്ലേ? പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ഗവൺമെന്റ്
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ, എന്നിട്ട് പിന്നെ നിങ്ങൾ വേറെ പിണറായി പറയുന്നു. വന്നപ്പോഴുള്ള വ്യത്യാസമല്ല. ശരി. അതുകൂടാതെ ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൃത്യമായിട്ട് പല സബ്സിഡികളും കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സംവിധാനം കൊണ്ടുവന്നത് ഇപ്പോഴാണ്. ആളുകൾക്ക് ആ കാര്യത്തിൽ ഒരു വിഷമമില്ല. ഇനി PMAY പദ്ധതി പോലെയുള്ള പദ്ധതികൾ പ്രകാരം ഓരോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ടുകൾ 34 കോടി ബാങ്ക് അക്കൗണ്ടുകളാണ്, പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ. ഹിന്ദി അറിയാത്തത് നിങ്ങളുടെ പോരായ്മയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. അറിയാൻ പറ്റാത്ത ഭാഷയാണെങ്കിൽ പഠിക്കണം, മനസ്സിലായില്ലേ? അതല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എത്രയോ കളവുകൾ കൃത്യമായിട്ട് അത് കളവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഭാരത് ബനാവോ ഗരീബി ഹട്ടാവോ ഹിന്ദി അറിയാന്ന് അത്രയേ അറിയുള്ളൂ. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, അത് ഒരുപാട് പദ്ധതികളുണ്ട്. ഉജ്ജ്വല പദ്ധതി പ്രകാരം 7 കോടി ജനങ്ങളിലേക്കാണ് ഗ്യാസ് കണക്ഷൻ എത്തിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പം ഈ തരത്തിൽ എല്ലാ കാര്യത്തിലും വളരെ വേഗത്തിൽ മുന്നേറുന്ന ഒരു സർക്കാരായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്. ആ ഒരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങളിലേക്ക്, ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഭാരതത്തിലെ ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനിയുള്ള കാലത്ത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ടുള്ള ഒരു ഡിഫൻസ് ഒരു സിസ്റ്റം നമുക്കുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എത്ര നന്നായിട്ടാണ് ആ ഒരു മിനിസ്ട്രി ഈ കാലഘട്ടത്തിൽ അത്രയും വർക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാലഘട്ടത്തിലും നമുക്ക് വിദേശത്തുള്ള ആളുകളെ എങ്ങനെ സഹായിക്കാൻ സാധിച്ചു, അവരെ എങ്ങോട്ട് സുരക്ഷിതമായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഒരു കേന്ദ്ര സർക്കാരിന് വിലയിരുത്താൻ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ശബരിമല വിഷയം മാത്രം, അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായിരുന്നു. ഞാൻ വരാം. ഒന്ന് ഷിഷറിൻ, കഴിഞ്ഞ ദിവസം ഞാൻ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ വർഗീസ് ജോർജ് തിരുവനന്തപുരത്തെ കോൺടാക്സിനെ കുറിച്ച് എഴുതിയത് ഹിന്ദുത്വ വേഴ്സസ് ഹിന്ദുയിസം വേഴ്സസ് കമ്മ്യൂണിസം എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുത്വയാണോ ഹിന്ദുയിസമാണോ വേണ്ടത് എന്നുള്ള വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ജനങ്ങൾ, എന്തായാലും കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഈ ഒപ്പീനിയൻ പോളൊക്കെ എടുത്താൽ പ്രിഡോമിനൻ്റ്ലി ആൻറ്റി BJP ആണ്, അല്ലെങ്കിൽ മോദി സർക്കാരിനെ വോട്ട് ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെന്തുകൊണ്ട് കോൺഗ്രസിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്കല്ലേ നമ്പർ കൂടുതൽ, ഞങ്ങൾക്കല്ലേ സർക്കാർ രൂപീകരിക്കുന്നത്, അതല്ല, അതിനപ്പുറത്ത് ഐഡിയോളജിക്കലി എന്തിനും നിങ്ങളെ ചൂസ് ചെയ്യണം? സ്വാഭാവികമായിട്ടും 2014 തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് അഭിലാഷയെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? നമ്മൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, നമ്മൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തു, നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തു, നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. 2019 തെരഞ്ഞെടുപ്പിൽ 5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ബീഫ് കഴിക്കാമോ വേണ്ടയോ, നോട്ട് നിരോധനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മിസൈലിനെ കുറിച്ച് ഉത്തരം, നമ്മൾ GSTയെ കുറിച്ച് ചോദിക്കുമ്പോൾ സൈനികരെ എന്ന് പറയുക, അല്ലെങ്കിൽ മിസൈൽ നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചെന്ന് പറയുക. അതുകൊണ്ടാണ് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസ് മാത്രമാണ് ബദൽ എന്നുള്ളത്. 2, എനിക്ക് BJP നേതാവ് ശ്രീ OM ശാലീനയോട് ചോദിക്കാനുള്ളത്, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതിലൊരു കാര്യം പോലും 2019 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും BJPയും കേരളത്തിലും കേന്ദ്രത്തിലും പറയാത്തത് എന്താ? ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നല്ലേ പറയുന്നത്? ഞങ്ങൾക്ക് മറ്റെന്തൊക്കെയോ കാരണങ്ങളല്ലേ ഈ രാജ്യത്ത് പറയുന്നത്? ഈ ഒരു ഒറ്റ പദ്ധതിയെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നില്ലല്ലോ. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നു. 2, ശ്രീ KN ഗോപിനാഥ് സഖാവ് ചോദിച്ചു, തിരുവനന്തപുരത്ത് ശശി തരൂര്, ഏത് ഘടകത്തിലാണ് ശശി തരൂര് കംപ്ലൈൻറ്റ് കൊടുത്തത്? CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ശശി തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമാണോ പരാതി? കോൺഗ്രസ്സുകാർ കൊല്ലം സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ ഷാഡോ വെച്ചു, അല്ല RSPക്കാര് കോൺഗ്രസ് പ്രവർത്തിക്കാത്തതിനെതിരെ ഷാഡോ കമ്മിറ്റി വെച്ചു എന്ന ആശങ്ക CPMനാണ്. അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ, ഇതൊക്കെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതാ. ഞാനൊന്ന് പറയട്ടെ, NK പ്രേമചന്ദ്രനെ പോലൊരാള്, NK പ്രേമചന്ദ്രനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് അറിയാം? മുഖ്യമന്ത്രി കൊല്ലത്തിയില്ലെന്നു. കഴിഞ്ഞ തവണ നിങ്ങൾ പരനാറി എന്ന പ്രയോഗം നടത്തിയതിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുക, കൂറുമാറ്റക്കാരോട് നിലപാടിൽ വ്യത്യാസമില്ല. എന്ത് യുക്തിയുണ്ട്? അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, കേരള മുഖ്യമന്ത്രിയാണ്. ലോജിക്കലായി നമ്മൾ BJPക്കെതിരെ ലോജിക്കലായി ആലോചിക്കുമ്പോൾ CPMനെതിരെയും ലോജിക്കലായി ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് RSP വിട്ട് CPM പാളയത്തിൽ പോയി MLA ആയ കോവൂർ കുഞ്ഞുമോൻ കൂറുമാറ്റക്കാരനല്ല മുഖ്യമന്ത്രിക്ക്. R ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും കൂറുമാറ്റക്കാരല്ല. MB വീരേന്ദ്രകുമാർ കൂറുമാറ്റക്കാരനല്ല. രാജ്യസഭ MP സ്ഥാനവും കൂടിയായിട്ടാണ് UDF പോയത്. ഇതൊന്നും വേണ്ട. NK പ്രേമചന്ദ്രൻ എന്ന മനുഷ്യൻ
ആ മൺവെട്ടിയിലും മൺകോരിയിലുമാണ് 1987 നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് ആയപ്പോൾ മുതൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മത്സരിച്ചത്. അവരൊരു പാർട്ടിയാണ് മാറിയത്. NK പ്രേമചന്ദ്രൻ ഏതെങ്കിലും സ്ഥാനം നോക്കിയല്ല. ഇടതുമുന്നണി കൂടുന്നതിന് മുമ്പ് RSPയുടെ ഓഫീസിന്റെ മുമ്പിൽ MA ബേബിക്ക് വോട്ട് ചെയ്യാന്ന് എഴുതിയതിന്റെ പ്രതിഷേധത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയതാ. ആ ആളെ ഇത്രയും മോശമായി പറയുക. മുത്തലാഖ് വിഷയത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ ആ ഓർഡിനൻസിനെതിരെ ലോക്സഭയിൽ അവതരിപ്പിച്ച ആളാ NK പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് CPM പറയുമ്പോൾ ആ പ്രേമചന്ദ്രനെ കഴിഞ്ഞ തവണ വിളിച്ചത് ഇങ്ങനെ, ഇത്തവണ പറഞ്ഞു എനിക്ക് ആ അഭിപ്രായത്തിൽ വ്യത്യാസമില്ല എന്നാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തെ സംഘപരിവാറുകാരനുമാക്കി. എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യം കൊണ്ടാണ്. ഒരു ദിവസം, അതായത് കഴിഞ്ഞ 2 ടേമായിട്ട് കൊല്ലം ബൈപ്പാസിന് വേണ്ടി 40 കൊല്ലമായിട്ട് നടക്കുന്ന പണിയാ. മുൻകൈയെടുത്തൊരു മനുഷ്യൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും, ഒരു ദിവസം ജി സുധാകരൻ കൊല്ലത്ത് വരില്ല, അന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു 2019 ഫെബ്രുവരി 3-ാം തീയതി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം. NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP അയാൾ അതിനു മുമ്പ് 2 മാസം മുമ്പ് കൊല്ലം കളക്ടറേറ്റിന്റെ മുമ്പിൽ നിരാഹാര സമരം നടത്തേണ്ടി വന്നു. കൊട്ടാരക്കര നവോദയ സ്കൂളിന്റെ അവിടുന്ന് മണൽ കൊണ്ടുവരുമ്പോൾ കൊല്ലം ജില്ലാ ഭരണകൂടം പിടിച്ചിടുക, ബൈപ്പാസിന്റെ പണി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയാൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഒരു കത്തെഴുതി, ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുമ്പ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നടക്കുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്ത് BJP മേഖലാ യോഗത്തിൽ വരുന്നതിന്റെ കൂടെ അവർ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈവേ അല്ല, ദേശീയപാതയാണ്. ഉടനെ നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത് പ്രേമചന്ദ്രൻ, നരേന്ദ്രമോദിയുമായി പ്രേമചന്ദ്രന്റെ ബന്ധം നിങ്ങൾക്കറിയാമോ? 7 തിരിയിട്ട നിലവിളക്ക് ആ വേദിയിലുണ്ടായിരുന്നു. 3 കത്തിച്ചത് BJPയുടെ നേതാക്കളും, നരേന്ദ്രമോദി അടക്കം, പ്രധാനമന്ത്രി അടക്കം. ബാക്കി 4 കത്തിച്ചത് മേഴ്സിക്കുട്ടിയമ്മ, K രാജു അടക്കമുള്ള മന്ത്രിമാർ. ഒരു തിരി പോലും ആ മനുഷ്യരെ കൊണ്ട് കത്തിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ആളെ സംഘപരിവാറാക്കി. എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഇത് CPMന്റെ അജണ്ടകളാ. ഇവിടെ മെട്രോ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മെട്രോയും അതാത് മുഖ്യമന്ത്രിമാരാ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നരേന്ദ്രമോദിയെ കൊണ്ടു ഉദ്ഘാടനം. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, എന്തിനാണ് CPM കോൺഗ്രസ്സുകാരെ, UDFകാരെ, BJP എന്ന് ഈ രാജ്യത്ത് BJP പ്രതിരോധിക്കുന്നത് ഞങ്ങളാ, CPM ഇല്ല. ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് കോൺഗ്രസിന് തോപ്പിക്കാനാവുമോ? അല്ലെങ്കിൽ പ്രേമേന്ദ്രനെയോ അദ്ദേഹം സബദാഹം കൊണ്ട് ഇവിടെ ഒരു വളരെ വാചാലമായ ശ്രീ NK പ്രേമേന്ദ്രൻ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് RSSന്റെ വോട്ട് എനിക്ക് കൈക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമായി പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഒരു കാര്യം. ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ BJPയെ ശക്തമായി എതിർക്കുന്നു പറയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഇപ്പൊ TP ശ്രീനിവാസൻ ആരാണ്? അതുപോലെ KS രാധാകൃഷ്ണൻ ആരാണ്? പ്രിയങ്ക ചതുർവേദി ആരാണ്? ടോം വടക്കൻ ആരാണ്? ഇതൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. സാധാരണ മാന്യത അല്ല, ഒന്ന് പറയട്ടെ ഷെരീഫ്, പറയട്ടെ ഷെരീൻ ഒന്ന് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, സാധാരണ മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ വണ്ടിക്കാശ് കൊടുത്തിട്ട് വേണം കള്ളവണ്ടി കയറി പോകാമോ BJPയിലേക്ക്? ഇത് നിർഭാഗ്യവശാൽ കള്ളവണ്ടി കയറി പോവുകയാണ്. ഒരു മര്യാദയും ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ വി വിശ്വനാഥ മേനോനൊക്കെ മന്ത്രിയാണ്, അല്ലല്ല കേരളത്തിൽ മത്സരിച്ച് ജയിച്ച 2 പേരെ BJP CPIM-ൽ തന്നെയാണ് ഇപ്പോഴും. വി വിശ്വനാഥ മേനോൻ പരിണതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും ഇതാണ്. CPIM അല്ലല്ല, അമ്പാടി വിശ്വം എന്ന് പറയുന്നത് വി വിശ്വനാഥ മേനോൻ. വി വിശ്വനാഥ മേനോൻ BJP പിന്തുണച്ചിരുന്നു. അത്രേ ഉള്ളൂ. എറണാകുളം പാർലമെന്റ് പോയപ്പോ ചേർന്നിട്ടൊന്നുമില്ല. നിങ്ങൾ BJP പിന്തുണയോടെ മത്സരിക്കുന്നത് BJP പോയതിന് തുല്യമല്ല. ഞാൻ നിങ്ങൾ പ്രേമേന്ദ്രന്റെ കാര്യം പറഞ്ഞിട്ടാ പറഞ്ഞത്. അദ്ദേഹത്തെ വിശുദ്ധനാക്കുമ്പോൾ അദ്ദേഹം RSSന്റെ വോട്ട് ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പരസ്യമായി അതുകൊണ്ട് വിശുദ്ധനല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ഞാൻ മറ്റൊരു കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJPയെ കുറ്റം പറഞ്ഞുകൊണ്ട് അതേപോലെ നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറിപ്പോവല്ലേ? നിങ്ങൾ എന്തെങ്കിലും നുറുങ്ങുകൾ മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരല്ലേ? BJPയുടെ സുഹൃത്ത് നേതാവ് ഇവിടെ സൂചിപ്പിച്ചു, BJP ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്,
തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട് BJP പറഞ്ഞത് എന്താ? ആ ഒരൊറ്റ പ്രശ്നം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അവതരിപ്പിച്ചിട്ടുള്ള പുതിയ പ്രകടന പത്രികയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളല്ലേ സ്ഥിരം തൊഴിലാളി ഈ ഇവിടുത്തെ തൊഴിലില്ലാത്തവൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 കൊല്ലം പിന്നിട്ടപ്പോൾ 2 കോടി തൊഴിലവസരങ്ങൾ പെർ ഇയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരം തൊഴിലിൻ്റെ വാതിൽ അടച്ചുപൂട്ടി നവതാഴിട്ട് പൂട്ടി താക്കോലും കൊണ്ടു നടക്കുന്ന BJPക്ക് എങ്ങനെയാണ് ഈ നാട്ടിലെ യുവാക്കളുടെ വോട്ട് ചോദിക്കാനുള്ള അവകാശം? ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. കൃഷിക്കാരൻ്റെ പ്രശ്നം നടുവൊടിഞ്ഞു. കൃഷിക്കാരൻ 6000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിവർഷം പറഞ്ഞ 6000 രൂപ ഇലക്ഷൻ മുമ്പ് ഒരുമിച്ചും കൊടുക്കുന്നില്ല. 2000 രൂപ ആദ്യം കൊടുക്കാം, ബാക്കി BJP ജയിച്ചാൽ കൊടുക്കാം. 6000 രൂപ പ്രതിവർഷം കൊടുക്കണമെന്തിനാ? 52 ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 1200 രൂപ പ്രതിമാസം ബജറ്റിലെ 3 ഘട്ടമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. ശരി, നല്ലത് തന്നെ, പെൻഷൻ കൊടുത്തോളൂ. ശ്രീമതി ശാലീന, വർഷം 2 കോടി പേർക്ക് തൊഴിൽ നൽകും എന്ന് പറഞ്ഞാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നത്. തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും മോശം നിലയിൽ. അതിന് റിപ്പോർട്ട് കൊടുത്തതിന് NSSOയുടെ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടു. ഒന്ന്, ഇതേമാതിരി കർഷകരുടെ വരുമാനം സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കും 1.5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നു പറഞ്ഞൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ മുദ്രാ ലോൺ കൊടുത്ത് എല്ലാവരെയും തൊഴിൽ ദാതാക്കളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ MSME സെക്ടറിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്ന് പറയുന്നത് 3.5 ലക്ഷം മാത്രമാണ് എന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾ പറഞ്ഞതെന്ത് നടപ്പായതെന്ത് എന്നുള്ളൊരു വലിയ അന്തരം നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് വാഗ്ദാനം പുഴുങ്ങി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നോക്കൂ, അങ്ങനെ പറയുന്നത് ശരിയല്ല. മുദ്രാ ലോൺ പദ്ധതി പ്രകാരം ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതെ, മൊബൈൽ കമ്പനികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ കമ്പനികളാകെ മൊബൈൽ നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആകെ 2 എണ്ണമായിരുന്നു. ഇന്ന് 100-ൽ പരം മൊബൈൽ നിർമ്മാണ കമ്പനികൾ പിന്നല്ലാണ്ട് ടെക്നോളജി വികസിക്കുന്നത് നിങ്ങൾ തടുത്താലും അതെല്ലാം വരും. ഒരു കാര്യം ഞാൻ പറയാം സഖാവേ, ഞാൻ പറയട്ടെ, താങ്കൾക്ക് അവസരം തരാമല്ലോ. എപ്പോഴും ഇങ്ങനെ ഇടയിൽ കയറി പറഞ്ഞെങ്കിൽ എനിക്ക് അതിന്റെ പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ പറയുന്നത്, ഇങ്ങനെ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ പദ്ധതികൾ പ്രകാരമുള്ള പദ്ധതികൾ വഴിയും തൊഴിൽ ദാതാക്കളായിട്ടുള്ള ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുകളെ തൊഴിലിന് പരിശീലനം നൽകിയിട്ടുണ്ട്. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേഖലകളിലേക്ക് അവർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ലേബർ ബ്യൂറോയുടെ കണക്കായാലും NSSOയുടെ കണക്കായാലും, പക്ഷേ ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തപ്പെടുന്നില്ല. പുതിയ സംരംഭമായാൽ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണ്ടേ? പുതിയ EPF അക്കൗണ്ടുകൾ തുടങ്ങുന്നതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ EPF അക്കൗണ്ടുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? പുതിയ IPF അക്കൗണ്ടുകൾ തുടങ്ങുന്നത് പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ്. നിലവിൽ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിൽ ഇല്ലാത്തവരുടെ അങ്ങനെയും ആവാലോ. അല്ല, ഇല്ലാത്തവരുടെ നല്ലല്ലോ അഭിലാഷ. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത്, അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 7 ലക്ഷം പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, പുതിയ അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ അതിന് മുന്നത്തെ വർഷങ്ങൾ വന്നിട്ടുണ്ട്. 2 കോടിയാ പറഞ്ഞത്, 7 ലക്ഷം എന്നുള്ളത് എത്ര കുറവാണ്? ശരിയായിരിക്കാം, പക്ഷെ അത് കൂടാതെ ഞാൻ അവസരം തരുമ്പോൾ താങ്കൾ പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുദ്രാ ലോൺ പദ്ധതി കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾ തൊഴിൽ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആ പദ്ധതി കൊണ്ട് എത്രയോ ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ആ തൊഴിൽ സംരംഭം കാരണം തൊഴിൽ ലഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ഞങ്ങളുടെ കണക്കുകൾ തന്നെയാണ്. ഈ ഇല്ല എന്ന് മാത്രം പറയാൻ ശീലിച്ച ആളുകൾക്ക് പിന്നെ മറ്റൊന്നും പറയാനില്ല. ഇനി അതുകൂടാതെ 1 റാങ്ക് 1 പെൻഷന്റെ കാര്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ സർക്കാർ 2014 സർക്കാർ പോകുന്ന സമയത്ത് 500 കോടി രൂപയാണ് അവർ അതിനുവേണ്ടി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നടപ്പിലാക്കി വന്നപ്പോൾ 10,000 കോടി രൂപയാണ് സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. എത്ര കാലം വാഗ്ദാനങ്ങൾ കൊടുത്തു? ഇതിൽ പോരാന്നുള്ളത് ഇനിയും കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കും. പക്ഷെ ഞാൻ പറയുന്നത് 1 റാങ്ക് 1 പെൻഷൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാർ തന്നെയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ അതാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി നീക്കിവെച്ചത് കേവലം 500 കോടി രൂപയാണ്. ആ 500 കോടി രൂപ മാറ്റിവെച്ചെടുത്ത് വേണ്ടി വന്നത് 10,000 കോടി ആകുമ്പോൾ എന്തായിരുന്നു അവർക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ UPA സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റാൻ സാധിച്ചത് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായി, അതിലൊപ്പം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നിർവ്വഹണം, ഇപ്പൊ 2 കൂട്ടരും തല്ലുകൂടുമ്പോൾ ഒരു കാര്യം പറഞ്ഞത്, നിതിൻ ഗഡ്കരി വന്നിട്ട് കൊല്ലം ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്? ഉണ്ടാകുന്ന അത് ഞങ്ങളുടെ രാഷ്ട്രീയ പെർ ഡേ ഉണ്ടാകുന്ന റോഡുകളുടെ നീളം, അത് കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും നേരത്തെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വലിയ. നിതിൻ ഗഡ്കരിയുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ്. റോഡ് ഇത് എക്സ്റ്റേണൽ അഫയേഴ്സും മോശമില്ല. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്, നല്ലതായിട്ട് പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റുകൾ. അതിന്റെയൊക്കെ വിലയിരുത്തലാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വരിക. അതല്ലാതെ കേവലം ശബരി
ശബരിമലയോ ഒരു തൊഴിലവസരത്തിന്റെ കാര്യം മാത്രമല്ല. ശരി, ഉണ്ടായ റോഡുകളുടെ ദൈർഘ്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ഇവിടെ ശ്രീ ഷെറിൻ ഇവിടെ എണ്ണി പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തെ വിടൂ, അതല്ലാത്ത ഇടങ്ങളിൽ പ്രത്യേകിച്ച് അർബൻ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഹോപ്പാണ് ക്യാഷ് ചെയ്തത്. ഞാൻ എന്നൊരു മനുഷ്യൻ ഇപ്പോഴാണ് ഇന്നത്തെ അത്രയും അതോറിറ്റേറിയൻ അല്ല, അന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഇപ്പോ ശ്രീമതി ശാലിയുടെ കണക്ക് പറയുന്നു അതേ പ്രതീക്ഷ ജനങ്ങൾക്ക് ഇനിയും ഉണ്ടാവാലോ. അഭിലാഷ്, ഞാൻ ചോദിക്കണത് ഈ പ്രതീക്ഷ എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും മുമ്പോട്ട് പറയാതെ? തെരഞ്ഞെടുപ്പിൽ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ഞങ്ങൾ ചെയ്തു എന്ന്? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്, അദ്ദേഹം രാത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, മൻ കി ബാത്ത് എന്ന് കേട്ടപ്പോൾ ഞെട്ടിയാണ് നമ്മൾ നിന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ അവസാനത്തെ ഒരു 2000 നോട്ടുണ്ട്, 11:45. അപ്പോ പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞത് ചാര ഉപഗ്രഹത്തെ വെടിവെച്ചിടുന്നു. ഇതെന്താ തലേ ദിവസം തുടങ്ങിയത്? 1958 നെഹ്റു തുടങ്ങിയ DRDO പ്രതിരോധ ഗവേഷണ ഏജൻസിയുടെ ഫലമാണ്. നരേന്ദ്രമോദി നർമ്മദയിൽ 3000 കോടി രൂപയുടെ പ്രതിമയാണ് പണിതത്, അല്ലാതെ പ്രതിരോധ ഗവേഷണ ഏജൻസിയോ IIM-കളോ IIT-കളോ ഒന്നും അല്ല. അവിടെയാണ് രണ്ട് ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം. അഭിലാഷ്, 947 ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും അല്ല പോവേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണെന്ന് പറഞ്ഞെങ്കിൽ 2019 ആ കസേരയിലിരിക്കുന്ന ആള് എന്താണ് ജനങ്ങളോട് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വലിയ വ്യത്യാസം ഈ രാജ്യത്തുണ്ട്. ഇവർ ഈ പറയുന്ന ഒരു നേട്ടങ്ങളും ഇതൊന്നും ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. ഞാൻ എവിടെയാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും താരതമ്യപ്പെടുത്തുന്നതെന്നറിയാമോ? മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പദ്ധതികളല്ല രണ്ടു കൂട്ടർക്കും, ജീവനെ ബാധിക്കുന്നത്. ആ ജീവനെ ബാധിക്കുമ്പോൾ ഹരിയാനയുടെ അതിർത്തിയിൽ, UP-യുടെ അതിർത്തിയിൽ മുഹമ്മദ് അഖ്ലഖിന്റെ ജീവനെ ബാധിക്കും, ദബോൾക്കറിന്റെ ബാധിക്കും, പൻസാരയുടെ ബാധിക്കും, കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിന്റെയും ബാധിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അത് ഷുഹൈബിന്റെയും അരിയിൽ ഷുക്കൂറിന്റെയും അല്ല ഞാൻ പറയട്ടെ, ആരാണ് പ്രതിസ്ഥാനത്ത്? സംസ്ഥാൻ പോലെയുള്ള ആളുകൾ. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രീ KN ഗോപിനാഥ് സഖാവ് പറഞ്ഞു, ഞങ്ങള് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ സമയത്ത് കൃത്യമായി നിലപാടെടുത്തെന്ന്. എന്റെ സഖാവേ, നിങ്ങളുടെ 2 കുഞ്ഞിരാമന്മാരാ ജില്ലാ സെക്രട്ടറിയും MLA-യും. എന്തായിരുന്നു അവരെടുത്ത നിലപാടെന്നറിയാമോ ആ സംഗതിയിൽ? വേണ്ട, മട്ടന്നൂർ ഷുഹൈബിനെ കൊന്ന കേസിലെ പ്രതി, കാര്യം നിങ്ങൾ കൊടുത്ത ലിസ്റ്റാ, നിങ്ങളുടെ പോലീസാ. ആ ആകാശ് തില്ലങ്കേരി 13 മണിക്കൂർ അവന്റെ കാമുകി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്ന് കൂടെ ഇരുന്നത്. നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ കുഞ്ഞനന്ദന് കഴിഞ്ഞ വർഷം കൊടുത്ത പരോളിന്റെ ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 219 ദിവസമാണ്. നിങ്ങൾ അതിലൊരു കൊടും ക്രിമിനലിന്റെ കല്യാണം നടത്തി കൊടുത്തു. കിർമാണി മനോജിന് സുഖചികിത്സ. അതിൽ മറ്റേ ഷാഫി, അവൻ പരോളിൽ ഇറങ്ങിയിട്ട് സ്ത്രീകളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ചിത്രം അവൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നു. വെല്ലുവിളിക്കുക ജുഡീഷ്യറിയെ. ഞാൻ അങ്ങ് വേണം മുഴുവൻ കേട്ടാളാ. ഒറ്റ കാര്യം അല്ല, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എത്ര കാലം? ഞാൻ ചോദിക്കുന്നത്, എനിക്കും KN ഗോപിനാഥ് സഖാവിനും ഇടപെടാൻ കഴിയുന്ന ഒരു കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഇന്നലെയും ഇന്നും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നലെയും ഇന്നും അവിടെ ഈ സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് തങ്ങളുടെ അണികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം, ആ നേതൃത്വം ഈ കൊലപാതകികളെ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഇത് വീണ്ടും വീണ്ടും ചെയ്യാൻ ഇവർ തയ്യാറാവുന്നത്? കൊലപാതക രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് ആണ്. ഇന്ന് പോലും അക്രമം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നത് രമ്യ ഹരിദാസിന്, ആലത്തൂര് കല്ലേറ്, AK ആന്റണി. ഞാൻ ഒന്ന് പറഞ്ഞ അവസാനം, ഞാൻ സത്യത്തിൽ വന്നത് തന്നെ അത് പറയാനാ. AK ആന്റണിയെ പോലൊരു മനുഷ്യൻ തിരുവനന്തപുരത്ത് ആ വേളിയിൽ നമ്മൾ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും LDF തടഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ഗോപിനാഥ് സഖാവേ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരള സർവകലാശാലയുടെ സ്ഥലം നിങ്ങൾക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അനുവദിച്ചു തരുന്നത്. ആ സ്ഥലത്ത് ഇന്ന് മനുഷ്യർക്കാർക്കും പ്രവേശനമില്ലാത്തൊരു ലൈബ്രറി നിങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കൾക്ക് താമസിക്കാനുള്ള സ്യൂട്ട് റൂമും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും നിങ്ങൾ AKG സെന്റർ, കേരള സർവകലാശാലയുടെ സ്ഥലം AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിങ്ങൾക്ക് അനുവദിച്ചു തന്നതാ. ആ മനുഷ്യനെ, അത്രയും ജനാധിപത്യവാദിയായ, അത്രയ്ക്കും സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനെയാണ് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ
കേരളത്തിൽ എത്രയോ തവണ മുഖ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ വഴിയിൽ നിങ്ങൾ തടഞ്ഞു നിർത്തുമെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും അസഹിഷ്ണുതയും അക്രമവും കേരളത്തിലെ ഏകവചനങ്ങളല്ല, അതിൽ BJP-യെക്കാളും മുന്നിൽ നിൽക്കുന്നത് നിങ്ങളാണ്. ശരി, വിശദമായി മറുപടി പറഞ്ഞോളൂ ശ്രീ കെ എൻ ഗോപിനാഥ്. ഞാൻ പ്രത്യേകം ചോദ്യം ചോദിക്കുന്നു. അസഹിഷ്ണുതയും അക്രമവും ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ ജനങ്ങൾ ഒരു കാരണവശാലും വകവെച്ച് തരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് CPM അല്ല ആരാണെങ്കിലും, ഞാനിപ്പോൾ വാദപ്രതിവാദം എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ നിരത്തുന്നില്ല. ഞാൻ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പട്ടിക പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലത്തിൽ അവരുടെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ, മകൻ പ്രതിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കോൺഗ്രസ് ഓഫീസ് കോൺഗ്രസ് ഓഫീസിലെ ഒരു അടിച്ചു തലക്കാരിയെ ചാക്കിനകത്ത് വെട്ടിമുറിച്ചിട്ട പാരമ്പര്യമുണ്ട്, നമുക്കറിയാമോ? ന്യൂഡൽഹിയില് അല്ല, ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ന്യൂഡൽഹിയില് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പെൺകുട്ടിയെ പീസാക്കി മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാചാലനാവുമ്പോ അത് വാദപ്രതിവാദം പറയല്ലേ. ഏതായാലും അക്രമ രാഷ്ട്രീയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വടകര നിങ്ങളൊരു ടെസ്റ്റ് കേസാണല്ലോ തീരുമാനിക്കുന്നത്. ജയരാജനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇന്നും കൈ പോയിട്ട് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പിൻബലം കൊണ്ടും ജനങ്ങളുടെ ഒരു വിശ്വാസതയും സ്വീകാര്യതയും കൊണ്ടാണ്. അതിന് ജനങ്ങൾ അവിടെ മറുപടി പറഞ്ഞോളും. ആരാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം കൊണ്ടുവരുന്നതെന്നും കൊലപാതക രാഷ്ട്രീയങ്ങളെ യഥാർത്ഥത്തിൽ ഒതുക്കി വെച്ചുകൊണ്ട് അതിനെ സഹായിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ, അത് ജനങ്ങൾ ചർച്ച ചെയ്തോളും. ശ്രീ AK ആന്റണിയെ ഇന്ന് ആക്രമിച്ചു എന്ന് പറയുന്നത് ഞാനിപ്പോൾ പുതിയ കിട്ടിയ വിവരമാണ്, ഞാനത് അറിഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആലോചിക്കാം. 1-2 സ്ഥലത്ത് ആലത്തൂരിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടായി എന്ന് കേട്ടു, തൊടുപുഴ എവിടെ സംഘർഷം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് അല്ലാത്ത സന്ദർഭത്തിൽ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞ അത് അക്രമങ്ങളൊന്നും, ഞാൻ പറഞ്ഞ അത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രമല്ല, അത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. CPM അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നതല്ല. ന്യായീകരിച്ചാൽ ജനങ്ങളോട്ട് അംഗീകരിച്ചു തരയില്ല. ഞാനത് വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് അതിനൊന്നും ന്യായീകരിച്ചുകൊണ്ട് നമുക്ക് കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിച്ചുകൊണ്ട് ജനങ്ങൾ അതിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ കാലത്ത് ചിലപ്പോൾ ഉണ്ടാവാം. അത് ആ കാലഘട്ടം മാറി എന്നുള്ള കാര്യം ഞങ്ങൾ ആ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതിനെ പറഞ്ഞു വേട്ടയാടാൻ നടക്കല്ലേ. ഞാൻ ചോദിക്കണേ, ഒരാളുടെ തല വെട്ടാൻ വേണ്ടി ഒരാള് പിന്നാലെ വാളും എടുത്തുകൊണ്ട് വരുമ്പോൾ പുറകിൽ നിന്ന് കാണുന്നവൻ ആ വാളെടുത്തവനെ കൈയിട്ടൊരു വെട്ടുവെട്ടിയാൽ യഥാർത്ഥത്തിൽ കൊലപാതകമാവില്ല. അങ്ങനെയാണ് പലപ്പോഴും നടക്കുന്നത്. ഡിഫൻസിന് വേണ്ടി ചിലപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും അത് എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട. നമ്മൾ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിലാകെ 71 പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ 20 സീറ്റിലും തന്നെ നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുമോ? BJPയും ചോദിക്കുന്നുണ്ട്, കോൺഗ്രസും ചോദിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ BJPയോടും കോൺഗ്രസിനോടും. ഇന്ത്യയിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ചൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇന്ന് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ? BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാണെന്ന് പറഞ്ഞത് 16ാം ലോകസഭയിൽ 44 സീറ്റ് മാത്രം വെച്ചിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും പാകാൻ പറ്റാതെ കോൺഗ്രസ് പെട്ട് കൈകാലിട്ട് അടിക്കുന്നത് കണ്ടിട്ട് സീതാറാം യെച്ചൂരിയെ പോലുള്ള പാർലമെന്റിലെ ലോകസഭയിലെ ഇടതുപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് BJPയുടെ നയങ്ങളെ ചെറുക്കാൻ വേണ്ടി ശക്തമായി ഒരുമിച്ച് നിന്നത്. അത് മറന്നുപോകരുത്. ഇപ്പോ BJPക്കെതിരായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഇന്ത്യക്കകത്ത് എന്റെ അറിവിൽ 100 സീറ്റിൽ കൂടുതലില്ല നേരിട്ടുള്ള മത്സരം. കോൺഗ്രസും BJPയും 300 സീറ്റിൽ താഴെയാണ് മത്സരിക്കുന്നത്. ബാക്കി മുന്നണി രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ അവകാശവാദം കോൺഗ്രസിനും ഉയർത്താൻ കഴിയില്ല, BJPക്ക് ഉയർത്താൻ. ശരി, ഓക്കെ, ഫൈൻ. ശ്രീമതി ശാലീന, ഒന്ന് കേരളത്തിൽ BJP വിരുദ്ധത ആർക്കാണ് കൂടുതൽ BJP വിരുദ്ധത ആർക്കാണെന്ന് മാത്രമല്ല, BJPക്ക് ബദലായി ഒരു സർക്കാർ രൂപീകരിക്കാനോ ഏതെങ്കിലും ശക്തിയാവാനുള്ള സാധ്യത ഇത് വെച്ചിട്ടാണ് വോട്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വോട്ട് ഒരു 15-20 റേഞ്ചിലാണെങ്കിൽ ബാക്കിയുള്ള 80% BJP വിരുദ്ധതയുടെ അളവനുസരിച്ചാണ് പകർത്തു കൊടുക്കേണ്ടത്. അതായിരിക്കുമോ തെരഞ്ഞെടുപ്പിലെ ഡിസൈഡിംഗ് ഫാക്ടർ? ഈ തെരഞ്ഞെടുപ്പിൽ അതായിരിക്കില്ല.
കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഭരണവികാരം അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും, ഞങ്ങളുടെ പദ്ധതികളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഉറപ്പാണ്. വളരെ മുന്നോട്ട് ഭാരതത്തെ കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുത്ത സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വളരെ പുച്ഛത്തോടെ DRDOയുടെ കാര്യം പറഞ്ഞു. അവരുടെ തന്നെ മേലധികാരികൾ വന്ന് പറഞ്ഞു ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അതിനുള്ള ഗ്രീൻ സിഗ്നൽ ലഭിച്ചത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്ഥാപനം ഈ ഒരു വിഷയത്തിൽ, അതായത് ഇപ്പം സാറ്റലൈറ്റ് വെടിവെച്ചിടാൻ പാകത്തിനുള്ള ഒരു മിസൈൽ ഉണ്ടാക്കി എന്ന് സർക്കാരിന് അവകാശപ്പെടാൻ സർക്കാർ, ഒരു പ്രധാനമന്ത്രി ഇതൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ സർക്കാരിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന് നിങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളേണ്ട യാതൊരു ആവശ്യമില്ല. ഈ സർക്കാരിന് എങ്ങനെയാണ് ഈ രാജ്യം കൊണ്ടുപോകേണ്ടത് അറിയാം. അതിനനുസരിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് നടന്നിട്ടുള്ള കലാപങ്ങൾ, ഇന്ന് തന്നെ കൊട്ടിക്കലാശത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ CPM എവിടെയൊക്കെ അക്രമം ഉണ്ടായിട്ടുണ്ടോ അതിൽ പ്രതിസ്ഥാനത്ത് CPM ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി വളരെയധികം ഉള്ളത് CPM-നാണ്. ആ പരാജയ ഭീതി അവർക്കുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും വ്യക്തമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഏറെ മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളം കാണാൻ പോകുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. അത് എത്ര അടിയൊഴുക്കുകൾ ഉണ്ടായാലും പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാരെ പഴയതുപോലെ വോട്ട് കച്ചവടം ചെയ്ത് പറ്റിക്കാം എന്ന് കണക്കാക്കുന്ന രാഷ്ട്രീയമൊക്കെ കേരളത്തിൽ അവസാനിപ്പിക്കും. എല്ലാ ജനങ്ങൾ തീരുമാനിക്കും. അത് ജനങ്ങൾ തീരുമാനിക്കും. ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിനകത്ത് മഹാഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിന് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള സുവർണാവസരമാണ്. ഒരു വോട്ടിന് ഡബിൾ ആക്ഷനാണ്. 2 സർക്കാരുകൾക്കെതിരെയുള്ള കേരളത്തിന്റെ ജനവിധിയാണ് 23-ാം തീയതി. ശരി, എല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ. വളരെ നന്ദി ശ്രീ KN ഗോപിനാഥ്, ശ്രീമതി OM ശാലീന, ശ്രീ ഷെറിൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവും. നമസ്കാരം.